കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലും ട്വിറ്ററിലെല്ലാം ഇരുന്ന് പുതിയ വീഡിയോന് വേണ്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു ലൈവ് കാണാൻ കഴിയായി. AI കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കുറച്ച് AI എന്തൂസിയാസ്റ്റ് ചേർന്നിട്ട് നടത്തുന്ന ഒരു കമ്മ്യൂണിറ്റി, പുതിയ ചാനലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ എന്താ പറയാ, ലൈവ് ചാറ്റിനിടയിൽ കുറെ റിപ്ലൈയില് GPT-2 പറ്റിയിട്ട് ഇങ്ങനെ പറയണം എന്നിട്ട് റിക്വസ്റ്റ് വരുന്നത് കാണാനായിട്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ChatGPT കുറിച്ച് അറിയുന്നവർക്ക് അറിയാം, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മോഡൽ എന്ന് പറയുന്നത്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് OpenAI റിലീസ് ചെയ്ത മോഡൽ എന്ന് പറയുന്നത് GPT-4. GPT-2 ഒക്കെ അന്തകാലം പഴയത്. ഇതിനെക്കുറിച്ച് എന്താ ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ ചുമ്മാ റിസർച്ച് ചെയ്ത് നോക്കി. അപ്പൊ കാണാനിടയായ ഒരു സംഭവം എന്ന് പറഞ്ഞാല്, ഒരു പുതിയ മോഡൽ റിലീസ് ആയിട്ടുണ്ട്, GPT-2 ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞിട്ട്. അത് chat.lmsys.org എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് ഈ AI മോഡൽസിന്, അതായത് GPT-4 ആൻഡ് അതർ മോഡൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് chat.lmsys.org എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇതില് GPT-2 ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞൊരു പുതിയ മോഡല് ആരാ റിലീസ് ചെയ്തെന്നോ എവിടുന്ന് വന്നോ ഒരു ഐഡിയ ഇല്ല. നെറ്റിലൊക്കെ തപ്പിയ സമയത്ത് ഈ ഫോർബ്സിന്റെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ആർട്ടിക്കിളിൽ ഇതിനെക്കുറിച്ച് ഒരു കീ സമ്മറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ OpenAI റിലീസ് ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് ഇതുവരെയായിട്ടും ഒരു തെളിവുമില്ല. ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫാക്ട്സ് കാണാൻ പറ്റും. അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് മിസ്റ്ററി ചാറ്റ്ബോട്ട് അപ്പിയേഴ്സ് ടു മാച്ച് ആൻഡ് പൊട്ടൻഷ്യലി എക്സീഡ് ദ കേപ്പബിലിറ്റീസ് ഓഫ് GPT-4. GPT-4 പവർഫുൾ ആണ് ചില കാര്യങ്ങളിൽ നിന്നാണ് ഈ പർട്ടിക്കുലർ മോഡലിനെ പറ്റി പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒറിജിൻ ആർക്കും ഒരു പിടിയില്ല. ദ വേർഡ്സ് ഒറിജിൻ ആർ നോട്ട് ക്ലിയർ, ബട്ട് ഇറ്റ്സ് നെയിം റെഫറൻസ് OpenAI's GPT-2. അതായത് GPT-3ക്കും മുന്നേ ഇറങ്ങിയ 1.5 ബില്യൺ പാരാമീറ്റർ ബേസ്ഡ് മോഡലാണ് GPT-2, പഴയത്. പക്ഷെ ആ പേരിനോട് സാദൃശ്യമുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതെന്നാണ് പറയുന്നത്. ആ പണ്ടത്തെ മോഡലിന് അത്ര വലിയ കേപ്പബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. 1.5 ബില്യൺ പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ മോഡലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 150-250 ബില്യൺ പാരാമീറ്റേഴ്സ് ഒക്കെ വരുന്ന മോഡൽസ് ആണ് ഇപ്പോൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇതൊക്കെ പഴയത്. പക്ഷെ ചില വിഭാഗം പറഞ്ഞാൽ ഇത് പഴയ GPT-2നെ ഒന്നുകൂടെ അവർ ട്രെയിൻ ചെയ്തിട്ട് റിലീസ് ചെയ്താണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം ഫാക്ട് ഉണ്ട്, അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുള്ളതും ഒരു ഐഡിയ ഇല്ല. കാരണം 1.5 ബില്യൺ എന്നൊക്കെ പറയുന്നത് ചെറിയ മോഡലാണ്. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വെബ്സൈറ്റിലാണ് അവർ ഇത് ഫസ്റ്റ് റിലീസ് ആയി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ വെബ്സൈറ്റ്, LMSysന്റെ ചാറ്റ് ബോട്ട് അരീന. ഇതിൽ ഫണ്ണി ആയിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, OpenAIന്റെ ഫൗണ്ടർ സാം അൾട്ട്മാൻ ഐ ഡു ഹാവ് എ സോഫ്റ്റ് സ്പോട്ട് ഫോർ GPT-2 എന്ന് പറഞ്ഞിട്ടൊരു ട്വീറ്റ് ഇത് റിലീസ് ആയ ഉടനെ തന്നെ റിലീസ് ചെയ്തിരുന്നു. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് ഇത് OpenAI റിലീസ് ചെയ്തതാണോ, ഇവര് എന്തെങ്കിലും മറച്ചു വെക്കുന്നതെന്നോ അല്ല സസ്പെൻസ് ആക്കുന്നതെന്നോ ഒരു ഐഡിയ ഇല്ല. ഈ AI കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആൽവറോ സിൻഡസ് എന്ന് പറയുന്ന ഈ പ്രൊഫൈൽ. ഈ പുള്ളിക്കാരൻ ഒരു ട്വീറ്റ് ഇത് റിലേറ്റഡ് ആയിട്ട് ഇട്ടിരുന്നു. ഇവിടുന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് തന്നെ. എന്നിട്ട് ഞാൻ ഈ ഫോർബ്സിന്റെ ഒക്കെ സൈറ്റിൽ പോയി നോക്കുന്നത്. ഒരു ട്വീറ്റിന്റെ താഴത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടുന്നാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക, GPT-2 ചാറ്റ് ബോട്ട് എന്നുള്ള അതായത് LMSysന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് GPT-2 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. കാരണം ഇത് പബ്ലിക്കലി അവൈലബിൾ ആയി തുടങ്ങിയില്ല. ഇത് ജസ്റ്റ് ഒരു ബീറ്റാ സ്റ്റേജ്, എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ ലിങ്കും പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കേണ്ടതെന്നുള്ളതിന്റെ ഒരു ചെറിയ വീഡിയോ ഡെമോൺസ്ട്രേഷനും ഇവിടെ കാണിക്കുന്നുണ്ട് മൂപ്പര്. ഈ പോസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ മെൻഷൻ ചെയ്യാം. താഴത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതെന്നും ഒക്കെ കാര്യങ്ങളുണ്ട് ഇതിൽ. സാധാരണ എല്ലാ GPT മോഡൽ നല്ല ഏത് മോഡലായാലും ശരി ഒറ്റ സ്ട്രെച്ചിലൊന്നും ഗെയിം കിട്ടൂല, ഗ്യാരണ്ടി. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഐറ്ററേഷൻസ് നമ്മൾ ഇരുന്ന് പറഞ്ഞു കൊടുത്ത് നോക്കി, ഈ എറർ വരുന്നുണ്ട്, ഈ എറർ ക്ലിയർ ചെയ്യണം, അടുത്ത എറർ വന്ന് ഞാൻ എറർ കോപ്പി ചെയ്ത് ഇതിലിട്ട് അത് ക്ലിയർ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പല ഐറ്ററേഷൻസിന്റെ ഒടുവിലാണ് ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. ഈ സ്നേക്ക് ഗെയിമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കമ്പയർ ടു അതർ മോഡൽസ്. പക്ഷേ ഈ ഡൂഡ്, അതായത് ഈ GPT-2 ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന ഈ പുതിയ മോഡൽ ഒറ്റ സ്ട്രെച്ചിൽ ഇതിന്റെ കംപ്ലീറ്റ് ഒരു എന്താ പറയാ, അത് ആ ഒരു ഫീല് ആസ് എൻ AI എന്തൂസിയാസ്റ്റ് ഇതിന്റെ ഫീല് പറഞ്ഞു വളരെ വലുതാ. ഒറ്റ സ്ട്രെച്ചിലൊക്കെ ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അത്രയും എഫേർട്ടിനെ ഒറ്റ ഇരിപ്പിൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതിന് തുല്യല്ലേ. അപ്പോ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നീ കാണുന്നത്. എന്താല്ലേ, ഞാനും ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടാണ് സൈറ്റിൽ കയറി നോക്കിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി GPT-2 ചാറ്റ് ബോട്ട് ഈസ് കറന്റ് അവൈലബിൾ എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇത് കുറെ പേര് യൂസ് ചെയ്ത് നോക്കുന്നോണ്ടായിരിക്കാം എന്നാന്നറിയില്ല, സാധനം ഇപ്പൊ കിട്ടുന്നില്ല. ഇതിപ്പോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല ഇപ്പോൾ.
ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് അതിനെക്കുറിച്ച് ഇങ്ങനെ കാണാൻ പറ്റി. അതായത് GPT ചാറ്റ് ബോട്ട് ഇസ് കറന്റ് അൺഅവൈലബിൾ. അതിന്റെ താഴത്ത് മേ ബി ഇതായിരിക്കാം റീസൺ എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിരിക്കാം ഒരു കാരണം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും സംഭവം ഇറങ്ങിയിട്ടുണ്ട് മക്കളെ. പൊളിയാ സാധനം. സാമാൾട്ടനൊക്കെ തൂക്കി മനത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് പുള്ളിക്കാരെ ടെസ്റ്റ് നോക്കിയതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത് ഈ പറ്റുമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്തോ, അടിപൊളി ചാനലാണ്. അതായത് പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കോഡിംഗ് എക്സസൈസ് കൊടുക്കും, പിന്നെ ഒരു ലോജിക്കൽ എക്സസൈസ് കൊടുക്കും, പിന്നെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു മാത്ത് പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ലീഡ് കോഡൊക്കെ പോലെയുള്ള സൈറ്റിൽ നിന്ന് ഹാർഡസ്റ്റ് ആയിട്ടുള്ള കോഡിംഗ് ചാലഞ്ചസ് കോപ്പി ചെയ്ത് അത് കൊടുക്കും. റീസണിങ് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് അത് ചെക്ക് ചെയ്യും. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് പുള്ളിക്കാരന്റെ. അപ്പൊ ഇതൊന്ന് കണ്ടു നോക്കിക്കോന്ന് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പറ്റെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് വെച്ച് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് ഇതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇത് റിലീസ് ആകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, നോക്കാം. സ്ഥിരം പറയുന്നത് പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, കണ്ടന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിൽ അറിയിക്കുക. എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിലും പ്ലീസ് ലീവ് യുവർ തോട്ട്സ് ഇൻ ദ കമന്റ്. ഇതൊരു പുതിയ ചാനലാണ്, പുതിയ അറ്റംപ്റ്റ് ആണ്. ഞാനൊരു പുതിയ യൂട്യൂബറും. അപ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം, കമ്മ്യൂണിറ്റിയിലോട്ട് സ്പ്രെഡ് ചെയ്യണം. AI കുറിച്ച് നമുക്ക് മാക്സിമം അവയർനെസ് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടീവ്. കാരണം ഇനിയിപ്പോൾ അടുത്ത യുഗം AI ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പുതിയ AI ഫാക്ട് വരുന്ന സമയത്ത് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്യും, പല ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മിസ് ചെയ്യും. പ്ലസ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഗതികൾ നമുക്ക് ചുറ്റും നടക്കുമ്പോൾ അതെന്താണെന്ന് അറിയാതെ നമ്മൾ ഇരിക്കുന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും എൻ്റെ കണ്ടന്റ്സ് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. ആ രീതിയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ സൈഡിൽ നിന്ന് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് മാക്സിമം നിങ്ങളെ കമ്മ്യൂണിറ്റിയിലോട്ട് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും താങ്ക് യു.